പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ്. ധൈര്യം രണ്ടു തരം. സ്വാമിജി പറയുകയാണ്, രണ്ടു തരം ധൈര്യമുണ്ട്. ഒന്ന് പീരങ്കിയെ നേരിടുന്ന ധൈര്യം, മറ്റൊന്ന് ആത്മീയതയുടെ ദൃഢനിശ്ചയത്തിൻ്റെ ധൈര്യം. ഭാരതത്തെ അതിക്രമിച്ചു വന്ന ഒരു ചക്രവർത്തിയോട് അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞു, അവിടെ ചില സന്യാസിമാരെ പോയി കാണണമെന്ന്. ഏറെ തിരഞ്ഞ ശേഷം ഒരു പാറക്കൂട്ടത്തിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. ചക്രവർത്തി ആ മനുഷ്യനോട് കുറേ നേരം സംസാരിച്ച് ആ ചിന്തകളിൽ ആകൃഷ്ടനായി. ചക്രവർത്തി സന്യാസിയോട് തൻ്റെ സാമ്രാജ്യത്തിലേക്ക് പോകാൻ അഭ്യർത്ഥിച്ചു. സന്യാസി പറഞ്ഞു, വേണ്ട, ഞാൻ ഈ കാട്ടിൽ ഏറെ സന്തുഷ്ടനാണ്. രാജാവ് പറഞ്ഞു, ഞാൻ അങ്ങേക്ക് പണവും സ്വത്തും പദവികളും നൽകാം. ഞാൻ ഈ ലോകത്തിൻ്റെ തന്നെ ചക്രവർത്തിയാണ്. സന്യാസി പറഞ്ഞു, വേണ്ട, എനിക്കതിലൊന്നും താല്പര്യമില്ല. ചക്രവർത്തി നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അവസാനം പറഞ്ഞു, വന്നില്ലെങ്കിൽ ഞാൻ താങ്കളെ കൊല്ലും. പ്രശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് സന്യാസി പറഞ്ഞു, ചക്രവർത്തി, താങ്കൾ ഇതുവരെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ വെഡിത്തമാണിത്. താങ്കൾക്ക് എന്നെ കൊല്ലാനാവില്ല, എന്നെ സൂര്യൻ ഉണക്കാനാവില്ല, അഗ്നിക്ക് കത്തിക്കാനാവില്ല, വാളിന് കൊല്ലാനാവില്ല. ഞാൻ ജനനമില്ലാത്തവനാണ്, ഞാൻ മരണമില്ലാത്തവനാണ്. ഉള്ളിൽ വെച്ച് സർവശക്തൻ, സർവവ്യാപിയായ ആത്മാവ്. ഇതാണ് ആത്മീയ ധൈര്യം. മറ്റേതാകട്ടെ സിംഹത്തിൻ്റെയോ കടുവയുടെയോ കരുത്തും. സജ്ജനങ്ങളെ, ഭഗവാൻ വിവേകാനന്ദ സ്വാമികൾ പറയുന്ന വളരെ മഹത്തരമായ ഒരു അമൃതവചനമാണിത്. കാരണം ഭാരതത്തിൻ്റെ ആത്മീയതയുടെ ശക്തിയെക്കുറിച്ചുള്ളൊരു വാക്കാണിത്. എന്തുകൊണ്ടാണ് ഭാരതം സഹസ്രാബ്ദങ്ങളുടെ നിരന്തരമായ വൈദേശിക ആക്രമണത്തിന് ശേഷവും ജീവിച്ചിരിക്കുന്നത്? അത് ഭാരതത്തിൻ്റെ ആത്മീയ പരമ്പരയുടെ, പ്രത്യേകിച്ച് നമ്മുടെ സന്യാസിമാരുടെ സംഭാവനയാണ്. നമ്മുടെ സന്യാസിമാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഭാരതത്തിലെ ഏതൊരു പൗരനും അല്ലെങ്കിൽ അഭിമാനിയായ ഏതൊരു ഹിന്ദുവും പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നത് കാഷായ വസ്ത്രധാരികളെയാണ്. അതുകൊണ്ടാണ് ഏതാനും ആഴ്ച മുമ്പ് മഹാരാഷ്ട്രയിൽ ദയനീയമായിട്ട് ശ്രേഷ്ഠരായ നമ്മുടെ സന്യാസി സമൂഹത്തിൽപ്പെട്ട 2 മഹാത്മാക്കൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഭാരതം തേങ്ങിയത്. കാരണം ഒരു കാലത്ത് ഭാരതത്തെ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ച 1000 വർഷക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിൻ്റെ പടയോട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒന്നല്ല, അനേകം സംഭവങ്ങൾ. എത്ര പരിശ്രമിച്ചിട്ടും ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കുവാൻ കഴിയുന്നില്ല. ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ടേയിരുന്നു, ഹിന്ദുക്കളെ കൊല ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ എന്നിട്ടും പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കുവാൻ കഴിയുന്നില്ല. എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നവർ അന്വേഷിച്ചു. അപ്പോഴാണ് അവരറിഞ്ഞത്, ഭാരതം മുഴുവൻ സഞ്ചരിക്കുന്ന ഭിക്ഷാംദേഹികളായ സന്യാസിമാരാണ് ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ പിടിച്ചു നിർത്തുന്നത്. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട്, ഗൃഹഗൃഹാന്തരങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് അവർ ഭാരതീയ ദർശനത്തെ ജീവിക്കുന്ന മാതൃകളായിട്ട് നടക്കുന്നതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ ഈ ധർമ്മത്തിൻ്റെ നിലനിൽപ്പ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കൂട്ടത്തോടുകൂടി സന്യാസിമാരെ കൊല്ലാൻ തുടങ്ങിയത്. അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്താണ് സന്യാസിമാരെ നിരത്തി നിർത്തിയിട്ട് പരിഹസിച്ചുകൊണ്ട് അവരോട് ചോദിക്കും, നിങ്ങൾ കല്യാണം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നവരല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കെന്തിന് ലിംഗം? അവരുടെ ലിംഗം പരസ്യമായി അരിഞ്ഞു കളഞ്ഞ് അങ്ങനെ മൃഗീയമായി പീഡിപ്പിച്ചവരെ കൊല്ലുമായിരുന്നു. സന്യാസിമാർക്കെതിരെയുള്ള അതിക്രമം നീണ്ടപ്പോഴാണ് ഒരു സന്യാസി വര്യൻ അക്കാഡകളെ സ്ഥാപിക്കുന്നത്. നമ്മൾ ഇന്ന് പറയുന്ന കരാട്ടെ, കളരി, കുൻഫു എല്ലാം കൂട്ടിക്കുഴച്ചെടുത്ത ആയുധ കലകളെ പഠിപ്പിച്ചു സന്യാസിമാർ. അവർ പഠിക്കാൻ തയ്യാറായി. അങ്ങനെ ഈ ധർമ്മത്തെ ആയുധ കല കൊണ്ടും അവർ സംരക്ഷിച്ചു. അതിൽ പ്രമുഖരാണ് നാഗസന്യാസിമാർ. നാഗസന്യാസിമാരെ കുറിച്ച് വിമർശകന്മാർക്ക് ആകെ പറയാനുള്ളത് അവർ ഉടുതുണി ധരിയില്ല എന്നാണ്. അവർ വസ്ത്രം ധരിക്കാതെ ജീവിക്കുന്നത് കൊടുങ്കാട്ടിലാണ്. 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാൻ വേണ്ടി അവർ താഴേക്ക് ഇറങ്ങി വരുന്നു എന്ന് മാത്രം, കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് മാത്രം. പക്ഷേ ഈ ധർമ്മത്തിന് ആത്യന്തികമായ ഒരു വംശനാശം നേരിടുമ്പോൾ നാഗസന്യാസിമാർ റോട്ടിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇറങ്ങി അനേകം ചരിത്രങ്ങൾ
ഭാരതത്തിൻ്റെ ചരിത്രത്തിലുണ്ട് എന്നുകൂടി നാം അറിയുക. അതുകൊണ്ട് തന്നെ ആത്മീയതയുടെ കരുത്തിനെക്കുറിച്ചുള്ള ആ രാജാവിൻ്റെ ചോദ്യത്തിന് മഹത്തായ മറുപടി നൽകിയാണ് ആ സന്യാസി വര്യൻ. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഈ ശ്ലോകത്തെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്നെ അസ്ത്രങ്ങൾക്ക് മുറിവേൽപ്പിക്കുവാൻ സാധ്യമല്ല, അഗ്നിക്ക് വെണ്ണീറാക്കുവാൻ സാധ്യമല്ല, ജലത്തിന് എന്നെ ശോഷിപ്പിക്കുവാൻ സാധ്യമല്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹന്തി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. ഈ ശ്ലോകം നമ്മൾ സമഗ്രമായി പഠിച്ചതാണ്. കാരണം ഞാൻ ആത്മാവാകുന്നു, ഞാൻ ഈ ശരീരമല്ല എന്ന ബോധ്യമാണ് ഒരു സന്യാസിയുടെ ആത്മീയ ധൈര്യം. ആ ധൈര്യം നമുക്ക് അത്യാവശ്യം. അതാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിവേകാനന്ദ സ്വാമികൾ ഈ അമൃതവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.